ഇൻഷാല്ല എല്ലാവരും ലെക്ചർ വായിച്ചിരിക്കും. ആ തെറാപ്പി ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളിന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായത് വെറും ക്ലാസ്സിൽ നമ്മുടെ വൃക്കകളെ കുറിച്ചിട്ട് സംസാരിക്കണം എന്നായിരുന്നില്ല. അതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ തന്നെയല്ല ചോദിച്ചിട്ടുണ്ടായത്? വൃക്കകളെ കുറിച്ചിട്ട് എടുത്തിട്ടില്ലല്ലോ, നമ്മളത് എടുക്കണമെന്ന് പറഞ്ഞത്. എന്താണ്? ക്ലിയർ ആയില്ല. തന്നെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെ ശരീരത്തിലും രണ്ട് വൃക്കകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഈ രണ്ട് വൃക്കകൾ നമുക്കറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ യൂറിനറി സിസ്റ്റവുമായി കണക്ഷൻ ചെയ്തിട്ടാണ്. നമുക്ക് ഒരു പ്രാഥമികമായിരിക്കുന്ന ചെറിയൊരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും വൃക്കകളെ കുറിച്ചിട്ടുണ്ടതാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഓരോ മിനിറ്റിലും ഏകദേശം ഒരു മിനിറ്റിലെ അര കപ്പോളം രക്തം വൃക്കകൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നുള്ളത്. അപ്പോൾ ശരീരത്തിന്റെ മാലിന്യങ്ങളെ പിന്നെ അധികമുള്ള ദ്രാവകങ്ങൾ നീക്കം ചെയ്യുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ഇതെല്ലാം കൂടിയിട്ടുള്ള പ്രക്രിയകൾ നമ്മുടെ വൃക്കകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു ശുദ്ധമായ ഒരവസ്ഥയിൽ, ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ വൃക്കകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജലാംശം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലാംശത്തിനെ നിലനിർത്തി ആവശ്യമില്ലാത്ത ജലാംശങ്ങളെ പുറന്തള്ളുക. ആ ജലാംശം പുറന്തള്ളുന്നതോട് കൂടിയിട്ട് തന്നെ അതിൽ നിന്നും മലിനമായ വേസ്റ്റായ വസ്തുക്കളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുക എന്നുള്ളതിൻ്റെ ഒരു പങ്ക് നമ്മുടെ കിഡ്നി വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. നമുക്കറിയാലോ അല്ലേ, രക്തസമ്മർദ്ദം കൂടിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ കിഡ്നി നമ്മളിൽ നിന്നും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പല്ലുകളുടെ ഒക്കെ എല്ലുകളുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നതിനും കൂടിയിട്ട് നമ്മളുടെ വൃക്കകളാണ് സഹായിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. ഇനിയോ രക്തകോശാണുക്കള്, ചുവന്ന രക്താണുക്കളുടെ പിന്നെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഏറ്റവും കൂടുതലായിട്ടും സഹായിക്കുന്ന ഒരവയവം കൂടിയാണ് നമ്മുടെ വൃക്ക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഫിസിക്കലായി നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വൃക്കകൾ നടത്തുന്ന പ്രക്രിയകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുക മീൻസ് നമ്മുടെ ആവശ്യത്തിലും അപ്പുറം കവിഞ്ഞു കുടിക്കുക എന്നുള്ളതല്ല. വെള്ളത്തിന് ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം നമുക്ക് ദാഹത്തിൻ്റെ ഒരു ഫീലിംഗ് തരികയും അപ്പോൾ അതിന് അനുസരിച്ച് കൊണ്ട് നമ്മുടെ ആ രണ്ട് വൃക്കകളും ഒക്കെ ആക്റ്റായിരിക്കുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏത് അന്തരീക്ഷത്തിലാണോ നിൽക്കുന്നുള്ളത്, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ നിൽക്കുന്ന ആ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം കുടിക്കലായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ അകവും പുറവും ഒരുപോലെ ബാലൻസ് ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മളിപ്പം അറിയാമല്ലോ, നമ്മളിപ്പം നല്ല ചൂട് വെള്ളം കുടിക്കുന്ന ആളുണ്ടാവാം. അപ്പം അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ എവിടെയാണോ ഉള്ളത്, ഏത് റൂമിലാണോ ഉള്ളത്, ആ റൂമിലെ ആ ഒരു ക്ലൈമറ്റിൽ ഇരിക്കുന്ന എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാത്ത, തിളപ്പിക്കാത്ത ഒരു നോർമൽ അന്തരീക്ഷത്തിലുള്ള വെള്ളം കുടിക്കലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളുടെ വൃക്കയെ സഹായിക്കുക എന്നുള്ളത്. പിന്നെ ഉപ്പിന്റെ ഉപയോഗം അമിതമായി ഉപയോഗിക്കാതിരിക്കുക. ഉപ്പിന്റെ ഉപയോഗത്തിന് ഒരു നിയന്ത്രണം കൊടുക്കുക എന്നുള്ളത്. ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ്, ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വൃക്കയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഉപ്പിന്റെ ഉപയോഗത്തെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷണത്തിലാണെങ്കിൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഉൾപ്പെടുത്തുന്ന സമയത്തും നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായകരമായ ഒരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡിലേക്കൊക്കെ നീങ്ങുന്ന ഒരു കാലമാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫുഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതലായിട്ടും
പഴങ്ങളും പച്ചക്കറികളും അത്രയും വേവിക്കാത്ത എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ മരുന്നുകളുടെ അമിതമായ ഉപയോഗം, മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ കൂടുതലും കെമിക്കൽസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കെമിക്കൽസ് നമ്മുടെ കിഡ്നിയെ സ്വാഭാവികമായിട്ടും ബാധിക്കും, അത് നമ്മുടെ ആരോഗ്യനിലയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ടും മെഡിസിൻ്റെ ഉപയോഗത്തെ നമ്മൾ നിയന്ത്രിക്കുക. മെഡിസിൻ്റെ ഉപയോഗം എല്ലാത്തിനും, ഒരു തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മളൊരു മെഡിസിനിലേക്ക് മാറുക എന്നുള്ളത് നമ്മൾ അല്പം കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു സംഭവം കൂടിയാണ്. പിന്നെയോ മിതമായ ഒരു വ്യായാമം, നമുക്ക് എല്ലാവർക്കും അറിയാം, ദിവസേന നമ്മൾ മിതമായ ഒരു വ്യായാമം നടത്തുക എന്നുള്ളത് കിഡ്നിയുടെ ആരോഗ്യത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിഡ്നിയുടെ ഫിസിക്കലായിരിക്കുന്നതും ആരോഗ്യപരമായിരിക്കുന്നതും ഭക്ഷണ സാധനത്തിൽ ശ്രദ്ധിക്കേണ്ടതും ആയിരിക്കുന്ന വിഷയങ്ങൾ. ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്കറിയാം, നമുക്കിപ്പോൾ ഏതൊരു സംഭവം പോവാണോ നമ്മൾ വെറും ഒരു ഭൗതികമായ നേട്ടത്തിലേക്ക് അപ്പുറത്ത് ഓരോ അവയവത്തിൻ്റെയും സ്പിരിച്വലായിരിക്കുന്ന ഒരു ഭാഗവും കൂടി കണക്ട് ചെയ്തുകൊണ്ട്, ടച്ച് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ ഒരു സ്പിരിച്വലായിരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് എത്തി നമ്മുടെ ആ ഒരു കിഡ്നിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പിരിച്വലായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കാം, ഇങ്ങനെയൊക്കെ നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സും ശരീരവും പരസ്പരം പൂരിതമാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ മനസ്സും ശരീരവും പരസ്പരം പൂരിതമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കിഡ്നിയും അത്ര തന്നെ നമ്മുടെ ഒരു സ്പിരിച്വലായിരിക്കുന്ന ഒരു അവസ്ഥയിലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഭയം, പേടി, നമുക്കൊക്കെ പേടി ഉണ്ടാവാറില്ലേ, ഭയം ഉണ്ടാവാറില്ലേ? അപ്പോൾ ഈ ഭയം ഉണ്ടാവുക എന്നുള്ളത്, പേടി ഉണ്ടാവുക എന്നുള്ളത്, അത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ നമുക്ക് ബാധിക്കും. വൃക്കയെ സ്വാധീനിക്കുന്ന, വൃക്കയിൽ നിന്ന് വരുന്നതാണ് ഫിയർ എന്ന് പറയുന്ന, നമ്മുടെ പേടി എന്ന് പറയുന്ന വികാരം നമ്മളിൽ നിന്ന് വരുമ്പോൾ, നമ്മുടെ ഏതൊരു വികാരം വരുമ്പോൾ നമ്മുടെ ഇന്നർ ഓർഗൻസുമായി കണക്ട് ചെയ്യപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നർ ഓർഗൻസുമായി കണക്ട് ചെയ്യപ്പെട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ആ ഒരു വൃക്കയുമായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ നിന്നും നമ്മുടെ ഫിയർ മാറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ ഭയപ്പെടാതിരിക്കുക, നമ്മൾ എന്നും ധൈര്യത്തോടെ ഇരിക്കുക, ധീരതയോടെ ഇരിക്കുക എന്നുള്ളത് വൃക്കയുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കും. ഇനി ശുദ്ധീകരണ പ്രക്രിയ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിലേക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു അവയവമാണ് വൃക്ക എന്നുള്ളത്. എന്നാലോ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ, ദേഷ്യം, വെറുപ്പ്, അസൂയ, ഇങ്ങനെയുള്ള നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ വൃക്കയുടെ ഒരു കർത്തവ്യം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ വൃക്കയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പിരിച്വലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർഗീവ് കൊണ്ട് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇനിയോ, വിശ്രമമില്ലാതെ നമ്മുടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവയവമാണ് നമ്മുടെ വൃക്ക എന്നുള്ളത്. അപ്പൊ ഈ വിശ്രമമില്ലാതെ നമ്മൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവയവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. നമുക്കറിയാം, നമ്മൾ ദിനേന പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ്. അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ നമ്മുടെ വൃക്കയിലേക്ക് വേണ്ടിയിട്ട് എന്നും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നാം അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അവിടെയും നമുക്ക് വൃക്കയുടെ ആരോഗ്യം നമുക്ക് വർദ്ധിച്ചു വരുന്നതായി കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ, നമുക്ക് ഇവിടെ ആ ഒരു വൃക്ക എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ? അവിടെ ഒരു വൃക്ക കേടുപാട് വന്നാലും എന്തേലും തകരാറ് സംഭവിച്ചാലും ഉടനെ തന്നെ മറ്റേ ഒരു വൃക്ക സ്റ്റെപ്പിനി ആയിക്കൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മുടെ ബാലൻസ് ചെയ്തുകൊണ്ട്, തുലനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അവിടെ ആ ഒരു സ്റ്റെപ്പിനി ആയിട്ട് നമുക്ക് ആ രണ്ട് വൃക്കകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും രണ്ടെണ്ണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അശ്രദ്ധയാവുന്നതിലും അപ്പുറത്തേക്ക് നമ്മൾ മാക്സിമം അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിക്കുക,
അല്ലാതെയുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് സ്പിരിച്വലായിട്ട് നാം നമ്മുടെ വൃക്കയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചിന്തകളും വെറുപ്പുകളും അസൂയകളും കുശുമ്പുകളും ഒക്കെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇത് വെച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മെഡിസിനിലേക്ക് മാറുന്ന സമയത്ത് വീണ്ടും എന്താവാണ്, ഫിസിക്കലായിട്ടും ബാധിക്കുകയാണ്. അപ്പം നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക്, സ്പിരിച്വൽ ആയിരിക്കുന്ന രീതിയിൽ നമ്മൾക്ക് മെല്ലെ ഒരു തകർച്ചയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ മെഡിസിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ ഫിസിക്കലായിട്ടും നമ്മുടെ വൃക്ക തകരാറിലായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവലോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിൻ്റെ അളവുകൾക്ക് വേരിയേഷൻ സംഭവിക്കുകയും അതോടുകൂടിയിട്ട് നമുക്ക് പല രോഗങ്ങളിലേക്ക് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തെ എന്നും ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് എത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഫിസിക്കലായിട്ട് നമ്മളെ എനർജറ്റിക് ആക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ മെൻ്റലി നമ്മളെ എനർജറ്റിക് ആക്കിക്കൊണ്ടിരിക്കുകയും കൂടി ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മളുടെ രണ്ട് വൃക്കകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ കാമാൻ കൂളായിക്കൊണ്ട് നമ്മൾക്ക് റബ്ബിലേക്ക് അടുക്കാനും നമ്മൾക്ക് നമ്മുടെ ഇബാദത്തിലേക്ക് നിൽക്കാനും പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്നും ആരോഗ്യത്തോടെ കൂടി ഇരിക്കണം. ഇങ്ങനെ നമുക്ക് ആരോഗ്യത്തോടെ കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിലോ നമ്മൾക്ക് ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്തരിക അവയവങ്ങളിലെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും നമുക്കറിയാം. നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത്, നമ്മുടെ ഹൃദയത്തിലാണ് രക്തം പമ്പ് ചെയ്യപ്പെടുന്നുള്ളതെങ്കിലും നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു അവയവം എന്നുള്ള രീതിയിൽ ഓരോ നിമിഷത്തിലും ഓരോ മിനിറ്റിലും അര കപ്പോളം രക്തത്തെ നമ്മളുടെ കിഡ്നി ശുദ്ധീകരിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ നമുക്ക് ഹൃദയത്തിൽ നിന്ന് രക്തങ്ങൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രക്രിയയെ ഒരു തടസ്സവുമില്ലാതെ അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സ്പിരിച്വലായിരിക്കുന്ന രീതിയിൽ നമ്മൾ ഏത് രീതിയിൽ വളരണം എന്നുള്ളത്, അവിടെയാണ് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ ഒരു പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് നോർമലി നമുക്ക് എന്താണ് പിന്നെ സ്റ്റോൺ വരിക, കൂടുതലായിട്ടും സ്റ്റോൺ വരിക എന്നുള്ളത് എവിടെയാണ്, കിഡ്നിയിലാണ് അല്ലേ. അപ്പൊ ഈ ഒരു കിഡ്നിയിൽ സ്റ്റോൺ വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ടെൻഷൻ ഇല്ല. അതങ്ങോട്ട് യൂറിൻ പോകുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് പോവും എന്നുള്ള ഒരു സമാധാനത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു യൂറിനിൽ ആ ഒരു സ്റ്റോൺ എന്ന് പറയുന്ന ഒരു അസുഖം വരുമ്പോൾ അവിടെ നമുക്ക് അത് ചിലപ്പോൾ അത്ര പ്രയാസമാവുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് മൊത്തമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഈ ഓർഗനിലേക്ക് ഒരു പ്രയാസം വരുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടുകൾ മാത്രം അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, നമ്മുടെ വിശ്രമം എല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ട് എന്നും നമ്മുടെ രണ്ട് വൃക്കകളെയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ കേട്ടോ. യെസ്, പറഞ്ഞോളൂ. ഇനി നമുക്ക് നമ്മളുടെ വൃക്കകളുടെ വികാരങ്ങൾ, നമുക്ക് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്കറിയാലേ, നമ്മൾക്കിപ്പോൾ എത്ര തന്നെ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ തളർന്നു പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഓവർകം ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഊർജത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അവയവം കൂടി നമ്മളുടെ വൃക്കകളാണ്. വൃക്കയാണ് നമ്മുടെ ആ ഒരു ഊർജത്തോടെ കൂടിയിട്ട് നമ്മളെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. നമുക്ക് ജീവിക്കാനുള്ള, ജീവിതത്തിലുള്ള ഒരു ആത്മവിശ്വാസം, എൻ്റെ കൂടെ ഇത് പറ്റും, എനിക്കിത് താങ്ങാൻ വേണ്ടി പറ്റും, എനിക്കിത് താങ്ങാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് തരികയും ആ ഒരു കപ്പാസിറ്റി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി തരിക എന്നുള്ളത് നമ്മുടെ വൃക്കയുടെ ഉത്തരവാദിത്വമാണ്. ഇനി നമ്മുടെ ആൻസൈറ്റി, ഉത്കണ്ഠ, അമിതമായ ഒരു ആൻസൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവില്ലേ, ആൻസൈറ്റി എല്ലാവർക്കും കേട്ടിരിക്കുമല്ലോ. ഈ അമിതമായ ആൻസൈറ്റിയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുക, നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും കൂടി, ആ ഒരു ചുമതലയും കൂടി വഹിക്കുക എന്നുള്ളത് വൃക്കയാണ്.
ഇനി വൃക്കയുടെ ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും നല്ലത് വളരെ വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. പക്ഷെ ഒന്നിച്ച് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മൾ മുറുക്കായി വളരെ സാവധാനത്തിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾക്കിപ്പോൾ ഇസ്ലാമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ മുറുക്കായി വെള്ളം കുടിക്കുക, നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിത് ഫോളോ ചെയ്യുന്നത് അത്രമാത്രം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, പിന്നെ നമ്മൾ അല്പം മുറുക്കായി കുടിക്കണം എന്നൊക്കെ പറയുന്നുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു വെള്ളം കുടിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടു കൂടി കുടിക്കുമ്പോൾ, ഇത് നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞ രീതിയാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മൾ കുടിക്കുമ്പോൾ നമുക്കതിൽ സുന്നത്ത് കൂടി കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് വെറും വെള്ളം കുടിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് വെള്ളം കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് നാളെ ആഖിറത്തിൽ നിന്ന് ഒരു കൂലി കിട്ടുക എന്നുള്ളത്. എന്തുകൊണ്ട്? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ ഇന്നർ ഓർഗൻസ് ആക്കി തന്നിരിക്കുന്ന ആ രണ്ട് വൃക്കകളെയും കാത്തു സൂക്ഷിക്കാനുള്ള രീതിയിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിച്ചു കുടിച്ചു എന്നുള്ളതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരികയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചു വെച്ച ആ ഒരു അവയവത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചതിന്. എന്നാൽ എന്തുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ മുറുക്കായി കുടിക്കണമെന്നും നിന്നുകൊണ്ട് കുടിക്കണ്ട എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, നമ്മൾ നിന്നുകൊണ്ട് കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം ശക്തിയിൽ അങ്ങോട്ട് വരികയും നമ്മുടെ ആ ഒരു വൃക്കയിലേക്ക് അത് ശക്തിയിൽ വന്ന് പതിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ വൃക്കകൾക്ക് കൂടുതൽ ഡാമേജ് വരാൻ ചാൻസ് കൂടും. അതേപോലെ തന്നെ ഒരുമിച്ച് കുടിക്കുമ്പോഴും നമ്മൾ ഒന്ന് മുറുക്കായി സിപ്പായി കുടിക്കുന്ന സമയത്ത് വളരെ സാവധാനത്തിൽ അത് നമ്മുടെ വൃക്കയിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെയോ യൂറിൻ പിടിച്ചു വെക്കുക എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂറിൻ പിടിച്ചു വെക്കുക എന്നുള്ളത് കൂടുതലും ഒരു ഒരു ഫാഷനായി കാണുന്ന, ചിലപ്പം ചില കുട്ടികളൊക്കെ പറയണ കേൾക്കാം, ഞാൻ രാവിലെ സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ രാവിലെ ഓഫീസിൽ പോയാൽ വൈകിട്ട് വീട്ടിൽ വരുന്നത് വരെ ഞാൻ ടോയ്ലറ്റിൽ പോവാറില്ല, അവിടെ വൃത്തിയില്ല, എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെയുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് ഇരിക്കുമ്പോൾ ശരിക്കും അതൊരു ഫാഷനായി കാണുന്ന പല ആളുകളുണ്ടെങ്കിൽ പോലും നാം നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന ഒരു അതിക്രമമാണിത്. നമ്മൾക്ക് അവിടെ ഒരു യൂറിൻ പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മളുടെ വൃക്കയോട് നാം കാണിക്കുന്ന ഒരു തെറ്റായ, നമ്മൾക്ക് അതിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, ഒരു യൂറിനെ പിടിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ യൂറിൻ പിടിച്ചു വെക്കാതിരിക്കുക. നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി അതിന് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ആ ഒരു പ്രയാസത്തിൽ നിന്നും നമ്മൾ മോചനം കൊടുക്കുക എന്നുള്ളത് നമുക്കല്ലേ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആന്തരിക അവയവമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാണാത്ത നമ്മളുടെ ശരീരത്തെ നമ്മളുടെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും സ്പിരിച്വലായിട്ടും എന്നും പ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആ ഒരു അവയവത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ചുമതല ഇന്നു മുതൽ നമ്മൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ യൂറിൻ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും പിന്നെ എത്രമാത്രം നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ ഒരു അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒരു ചെറിയൊരു മെഡിറ്റേഷനും ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നോ, നട്ടലൊക്കെ നിവർത്തിയിരിക്കുക, ശാന്തായിട്ടിരിക്കുക, ബ്രീത്തിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. സാവധാനം ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. നിങ്ങളുടെ വാരിയെല്ലിന്റെ തൊട്ട് താഴെയുള്ള 2 വൃക്കകളെ നിങ്ങൾക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എൻ്റെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനും എന്നെ ഊർജ്ജസ്വലനായി നിലനിർത്തുന്നതിനും എൻ്റെ 2 വൃക്കകൾക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് മനസ്സിൽ പറയാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായി ഫീൽ ചെയ്യാം.
ആ പ്രകാശം നിങ്ങളുടെ വൃക്കകളുടെ ഉള്ളിലേക്ക് നിറയുന്നതായി ഫീൽ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഭയം, ടെൻഷൻ, അത്തരം വികാരങ്ങളെല്ലാം ആ പ്രകാശത്തിന്റെ കൂടെ, ശ്വാസത്തിന്റെ കൂടെ പുറത്തേക്ക് പ്രവേശിക്കുന്നതായി ഫീൽ ചെയ്യാം. നിങ്ങളുടെ 2 വൃക്കകളും ഇപ്പോൾ പൂർണ്ണമായും ആരോഗ്യത്തിലുള്ളതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ വൃക്കകൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ 2 കണ്ണിനും പൂർണ്ണമായ ആരോഗ്യമുള്ളതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് നിങ്ങളുടെ 2 വൃക്കകൾ കാരണമാണ് എന്നുള്ളത് മനസ്സിൽ നിറയെ കൊണ്ടുവരാം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നാം ഭയപ്പെടുമ്പോൾ നമ്മുടെ വൃക്കകൾ ഭയപ്പെടുന്നു. നാം സന്തോഷിക്കുമ്പോൾ ആ ഭയം അവിടെ നിന്നും പാടെ നീങ്ങിപ്പോകുന്നു. ഞാൻ എൻ്റെ വൃക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി എന്നും സന്തോഷത്തെ നിലനിർത്തുന്നതായിരിക്കും. എൻ്റെ 2 വൃക്കകളുടെയും ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. എന്നെ എത്രയും നല്ല രീതിയിൽ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ 2 വൃക്കകൾക്കും ആത്മാർത്ഥമായി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മെല്ലെ ബ്രീത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാം. ഓരോ ശ്വാസത്തിലും അന്തരീക്ഷത്തിൽ നിന്നും അത്രയും എനർജറ്റിക് ആയിരിക്കുന്ന ഓക്സിജൻ അകത്ത് പ്രവേശിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻസ്, അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു ബന്ധം ശ്വാസത്തിലൂടെയാണ് ഈ ഭൂമിയിൽ നമ്മളെ റബ്ബ് നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൂമിയിലേക്ക് പടച്ചയക്കുമ്പോൾ ഒരു കരട് അള്ളാഹുവിൽ ഘടിപ്പിച്ചു വെച്ചാണ് നമ്മളെ ഇവിടെ വിട്ടിരിക്കുന്നുള്ളത് എന്നുള്ളത് ഫീൽ ചെയ്തുകൊണ്ട് അത് നാം കാണാത്ത ഒരു ബ്രീത്തിലൂടെ ആ ഒരു ബ്രീത്ത് എന്നുള്ള കണക്ഷൻസ് അള്ളാഹുവിൽ നിന്നുള്ള മുടങ്ങാതെയുള്ള നമ്മളിലേക്കുള്ള ഒരു നോട്ടമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഓരോ സെക്കൻഡും നമ്മൾ നമ്മളുടെ റബ്ബിനെ മറന്നാലും നമ്മളെ മറക്കാതെ നമ്മുടെ ഉറക്കിലും നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഇരുത്തത്തിലും നമ്മളുടെ ഏത് തര ചിന്താഗതിയിലും ഏതവസ്ഥയിലും നമ്മുടെ ബ്രീത്തിനെ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മളെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൈകൾ 2 സ്ക്രബ് ചെയ്ത് കണ്ണിന് നേരെ ടച്ച് ചെയ്ത് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. കുറച്ച് പേരൊക്കെ കുറച്ച് വൈകിട്ടാണ് അല്ലെ ജോയിൻ ചെയ്തത്. പിന്നെ നമ്മളുടെ ഒരു ക്യാമ്പിന്റെ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ക്യാമ്പ് ആരംഭിക്കുന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പാണെങ്കിലും പാരൻസിനും കൂടി ഇൻക്ലൂഡ് ആണ്. 12 വയസ്സ് വരെയുള്ള മക്കളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നുള്ളത്. താല്പര്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ഒന്ന് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് രാത്രി ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 500 രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ
ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആർക്കുണ്ടെങ്കിലൊക്കെ അഡ്മിഷൻ എടുപ്പിക്കാൻ നോക്കുക ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.